ഒരു പേപ്പർ ബാഗ് മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനയച്ച് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ പശ, കത്രിക, പാറ്റേൺ പേപ്പർ എടുത്ത് പിന്നെ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെ കട്ട് ചെയ്യേണ്ടി ഞാൻ പറഞ്ഞുതരാം. 2 A4 സൈസ് പേപ്പർ എടുക്കണം. ഞാൻ A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടയാളം വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ലെങ്ത്ത് മതി. ഈ ലെങ്ത്തുള്ളത് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ആവശ്യം വരും. ഇനി ഇത് ഞാൻ അടയാളം ചെയ്യാൻ പോവാണേ. ഇങ്ങനെ ഇതാക്കാം. നമുക്ക് ഇത് ഇവിടത്തെ നമ്മൾ ഇവിടെ ഒരു കള്ളി, ഇവിടെ ഒരു കള്ളി ആയിട്ടുണ്ട്. നമ്മൾ ഈ കള്ളി വേണ്ട, ഈ കള്ളി നമുക്ക് വെട്ടി ഒഴിവാക്കണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് രണ്ടിലും നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വൈറ്റ് പേപ്പർ ഉള്ളവർ എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് കളർഫുൾ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതെടുത്തത്. ഞാനിത് ഡിസൈൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തെടുത്ത 2 ഡിസൈൻസ്. ഇനി നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഇത് വേറെ ഇതേമാതിരി നമുക്ക് കുറേ ഒന്ന് ചെയ്തെടുക്കണം. ഒരു 5-6 എണ്ണം ഒക്കെ മതിയാക്കും. ഞാൻ ഇങ്ങനെ 4 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. 4 ഒരേ മോഡലിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ പേപ്പറിനെ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങോട്ടും പിന്നെ ഇവിടെ ഇങ്ങോട്ടും മടക്കിയിട്ട് ഇതേമാതിരി ആക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഫുള്ളും പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചിട്ട് കാണാം, നമുക്ക് ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയത് ഇത് നമുക്ക് ഇത്ര ലെങ്ത്ത് വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലെങ്ത്ത് കൊടുക്കാം. ഇത് ആദ്യം ഞാനൊന്ന് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ ലെങ്ത്ത് ഇത്രയാണ്. ഇതേ ലെങ്ത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ചെറിയൊരു സ്കൂൾ ബാഗാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ 2 ചെയ്തു. ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് കാണാം. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഇത് നമ്മൾ മുന്നിട്ട് പേല് ഇതിൻ്റെ മേലെ അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇവിടെ പശ തേക്കുക. എന്നിട്ട് ഇത് ഒട്ടിക്കുക. ഇതിൻ്റെ മേലെ ഒട്ടിക്കുക. എന്നിട്ട് ഇത് പശ തേച്ചിട്ട് പിന്നെ മറ്റേത് ഒട്ടിക്കുക. തീമ വെച്ചിട്ട് തൊട്ടിക്കുക. എന്നിട്ട് അങ്ങനെ എല്ലാം ഒട്ടിച്ചിട്ട് കാണും. എന്നിട്ട് ഇങ്ങനെ ആക്കി നമ്മൾ എടുക്കണം. ഇത് വെട്ടിപ്പോൾ നമുക്ക് കിട്ടിയ ബാക്കി പേപ്പറിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിന്മേൽ കൂടി കുറച്ച് ഇതാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇത് ലെങ്ത്ത് പോരാ, കുറച്ചും കൂടി ലെങ്ത്ത് ബാക്കിയൊന്ന് പേപ്പറും കൊണ്ട് കൂട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിവിടെ വെച്ചിട്ട് ഇത് ഒന്ന് ആക്കിയിട്ട് ഇവിടെ ഇത്ര വരുന്ന ലെങ്ത്തിൽ വിട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഇതിന്മേൽ അതായത് ഇവിടെ ഇവിടെ ഇതിൻ്റെ ഇവിടെയും കൂടി പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇവിടെ പശ വെച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഇതിന്മേൽ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ചു. ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടാവും, അതെന്തായാലും ബാക്കി വേണം ആദ്യം. എന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഇവിടെ ഈ ഉള്ളിലുള്ള ഈ സാധനത്തിൻ്റെ അതേ ഷേപ്പിൽ ഇവിടെ ഒന്ന് വെട്ടിയിടും. ഇത് വെട്ടിയെടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പറ്റിയില്ല. ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടണം ഇതിന്. അപ്പോൾ ഞാൻ കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സും കൂടി ഉണ്ടായിരുന്നു, അതിങ്ങനെ വെച്ച് ഞാൻ ലെങ്ത്ത് കൂട്ടാൻ പോകുന്നു.
ഞാൻ ഇപ്പോൾ ഇതിന് മോഡലാക്കി ചെയ്തു. ഇനി ഇതിമേ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇനിയും ഒരു ബാഗ് എന്ന് പറയാൻ ഞാൻ ബാഗാക്കിയതാണ്. ബാഗ് എന്ന് പറയുവാണെങ്കിൽ വാലറ്റ് എന്ന് പറയാം, പേഴ്സ്. ഞാൻ ബാഗാക്കിയതാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഡിസൈനൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ലാസ്റ്റ് ഡിസൈനൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇത് ഞാൻ ഒരു ലോക്കൊക്കെ കൊടുത്തു. ഇങ്ങനെ തുറക്കാൻ ഇങ്ങനെ പോട്ടാൽ പിന്നെ ഇവിടെ ഫ്രണ്ടിലൊരു വാലറ്റും കൊടുത്തു. ഇങ്ങനെ ഒരു ബാഗായിട്ടോ. ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. ബൈ ബൈ.